പെണ്ണ് കേസ് ഫെബിൻ സിദ്ധാർത്ഥ രചനയും സംവിധാനവും നിർവഹിച്ച് നിഖില വിമൽ, ഹക്കീം ഷാജഹാൻ, അജു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം കോമഡി ഡ്രാമ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. കെട്ടുപ്രായം കഴിഞ്ഞ് പുറനിറഞ്ഞു നിൽക്കുന്ന കുറേയധികം പുരുഷന്മാരെ കല്യാണം കഴിച്ച് പറ്റിച്ച ഒരു യുവതിയുടെ കഥയാണ് പെണ്ണ് കേസ് എന്ന സിനിമ പറയുന്നത്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോമഡി സിനിമ എന്ന രീതിയിൽ ചെയ്ത ഒരു പടമാണ് പെണ്ണ് കേസ്. പക്ഷെ ഒരു ആവറേജ് പോലും ഇല്ല, ആവറേജിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സാധാരണ അനുഭവം മാത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ചുമ്മാ വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം, കണ്ടുമറക്കാം. ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടോ കോമഡി പടമായിട്ടോ പോലും എനിക്ക് തോന്നിയില്ല. ഒരു നിർവികാരതയോടെ ഞാൻ കണ്ടു തീർത്ത ഒരു സിനിമയായിരുന്നത്. പോസിറ്റീവ്സിൽ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ആ ഒരു ബേസിക് പ്ലോട്ട്, തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിലും ആ പ്ലോട്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു സംഭവം, ഒരു സ്ത്രീ ഇത് ചെയ്തു എന്നുള്ള ആ ഒരു കൗതുകം, ആകാംക്ഷ, അതൊക്കെ നമുക്ക് തോന്നുന്നു എന്നുള്ളതല്ലാതെ പടം കാണുമ്പോൾ ഇവരിത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പടം മുമ്പോട്ട് പോകുമ്പോൾ അത് വെറും ഒരു ക്ലീഷ ആൻഡ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയായിരുന്നു. ക്ലീഷ ബ്രേക്കിംഗ് ആയിട്ട് ഇടയ്ക്ക് ഇവരെ ചെയ്യാൻ ശ്രമിച്ചത് പോലും ക്ലീഷ ആയിട്ട് പോയ ഒരു അവസ്ഥയാണ് തോന്നിയത്. ഒരു ഇമ്പാക്റ്റും ഒന്നും നൽകിയില്ല. സോ ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ ആ ഒരു ബേസിക് ആശയം മാത്രമാണ് ഇതിന്റെ പ്രധാന പോസിറ്റീവായിട്ട് തോന്നിയത്. പടത്തിന്റെ ക്ലൈമാക്സും ഒരു ഓക്കെ ഫീൽ തന്നു, രസം ഉണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് പേഴ്സണലി വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കോമഡി സിനിമയാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എനിക്ക് വലുതായിട്ട് ചിരിക്കാനുള്ളതൊന്നും പടത്തിൽ തോന്നിയില്ല. ആകെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സീൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടിടത്ത്, അതായത് ശ്രീലേഖയുടെ ഒരു അനാച്ഛാദനം സീനുണ്ട്. അങ്ങനെ എവിടെയോ ഒന്ന് രണ്ടിടത്ത് ഞാൻ ചിരിച്ചായിരുന്നു. അതൊഴിച്ചാൽ കോമഡി വിരളമായിരുന്നു. പെർഫോമൻസിൽ അതുപോലെ ഈ ക്യാരക്ടേഴ്സിലും എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഹക്കീം ഷാജഹാൻ അവതരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ്. നല്ല പ്രകടനമായിരുന്നു, റോളും രസമുണ്ടായിരുന്നു. ആ ക്യാരക്ടറിനോട് മാത്രമാണ് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ നമുക്ക് തോന്നുന്നത്. നായിക പ്രാധാന്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിഖില അവതരിപ്പിച്ച കഥാപാത്രം എങ്കിലും ഒറ്റവാക്കി കേൾക്കുമ്പോൾ ആ കഥാപാത്രം വളരെ വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു വലിയ ഹൈ മൊമെന്റ് ഒന്നും തരാത്ത, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാത്ത, ക്ലീഷ ആയിട്ട് പോയ, പലപ്പോഴും കൺവിൻസിംഗ് അല്ലാത്ത ഒരു ക്യാരക്ടർ ാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എഴുതാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ് തുടങ്ങിയ വഞ്ചിക്കപ്പെട്ട ഭർത്താക്കന്മാരായിട്ട് എത്തുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ ക്ലീഷ റോൾസ് ആയിരുന്നു. അല്പമെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ തോന്നിയത് ശ്രീരേഖ അവതരിപ്പിച്ച സിനി എന്ന പോലീസ് കഥാപാത്രമാണ്. പക്ഷെ അത് ഒരു വെൽ റിട്ടൺ ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ഇതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ എത്തിയ ഒരു പോലീസുകാരനുണ്ട്, സഞ്ജു സനിച്ചനാണ് ആ കഥാപാത്രമായിട്ട് വന്നത്. ആ റോളും പുള്ളിയുടെ മേമ പോലീസ് ഉദ്യോഗസ്ഥ ക്യാരക്ടറൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ടും മോശം ക്യാരക്ടേഴ്സുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വില്ലന്മാരും പടത്തിൽ ഒട്ടും സ്ട്രോങ് അല്ല. ബാലയൊക്കെ അധികാരമായിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഷിനോസ് ആണ് ക്യാമറ, ഷമീർ മുഹമ്മദ് ആണ് ഇതിന്റെ എഡിറ്റിംഗ്, അങ്കിത് മേനോൻ ആണ് മ്യൂസിക്. ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയത്തക്കതായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഈ സിനിമയുടെ നെഗറ്റീവ് പറയുമ്പോൾ ആദ്യം തന്നെ തോന്നിയത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിട്ടല്ല, ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു മലയാളം വെബ് സീരീസ് കാണുന്ന പ്രതീതി മാത്രമാണ് സമ്മാനിച്ചത് എന്നുള്ളതാണ്. ടെക്നിക്കലി ഒട്ടും റിച്ച് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമായിട്ട് എങ്ങുമേ തോന്നിയില്ല. പക്ഷേ ഇതൊരു OTT റിലീസായോ അല്ലെങ്കിൽ വെബ് സീരീസ് ആയിട്ടോ ഒക്കെ ആയിരുന്നു വരുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. നമ്മളിങ്ങനെ കാശ് മുടക്കി ദൂരെ പോയിട്ട് ഒരു തിയേറ്ററിൽ കാണേണ്ട മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും യാതൊരു ഹൈ മൊമെന്റ്സും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നാത്ത ഒരു നിർവികാര സിനിമയായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇവർ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെയാണ് അവതരിപ്പിച്ചതെങ്കിലും ഒരു ഇഫക്റ്റും തരാത്ത, വളരെ പണ്ട് തന്നെ നമ്മൾ ഊഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ രസകരമായിട്ടുള്ള ഒരു ബേസിക് പ്ലോട്ടും ഐഡിയയും ഒക്കെ ആയിരുന്നെങ്കിലും എക്സിക്യൂഷൻ പാളിപ്പോയ, നല്ല രീതിയിൽ കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് അത് അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു പടമാണ് പെണ്ണ് കേസ്. സോ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന, ഒരു തവണ കണ്ട് മറന്നു പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ OTTയിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് പടം കുറച്ചുകൂടെ ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല, പോരാ എന്നാണ് തോന്നിയത്. പടം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. ഞാൻ ഈ പറഞ്ഞത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിട്ടോ അല്ലെങ്കിൽ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ഫീൽ ചെയ്തേക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. 1 മണിക്കൂർ 52 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.